പ്രചാരണ ഗാന വിവാദത്തിൽ നടപടി ആവശ്യമില്ലെന്ന് പ്രകാശ് ജാവ്ദേക്കർ. പ്രാദേശിക അബദ്ധമാണ് ഉണ്ടായത്. ഗാനം 2013 UPA സർക്കാരിനെതിരെ തയ്യാറാക്കിയതാണെന്നും ജാവ്ദേക്കർ വ്യക്തമാക്കി. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, കെ സുരേന്ദ്രന്റെ ആവശ്യം, അതായത് നടപടി വേണം BJP IT സെൽ മേധാവിക്കെതിരെ എന്ന ആവശ്യം പൂർണ്ണമായും നിരാകരിക്കുകയാണോ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം? വിനിത, ഇക്കാര്യത്തിൽ BJP-യിൽ തന്നെ രണ്ട് തട്ടിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജയശങ്കർ ആണ് ഈ വിഷയത്തിൽ കുറ്റക്കാരൻ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിക്കുമ്പോൾ മറുവിഭാഗം ജയശങ്കറിനെ ഈ വിഷയത്തിൽ ഒറ്റപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇതൊരു സാങ്കേതിക പിഴവായി പ്രശ്നം ചെറുതാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നടക്കമുള്ള സുരേന്ദ്രൻ വിഭാഗത്തിന്റെ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവ് തന്നെ പ്രകാശ് ജാവ്ദേക്കർ തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്തതോടെ സുരേന്ദ്രന്റെ ആവശ്യം അത് നിരാകരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇനി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്ന് വ്യക്തമല്ല. കാരണം ഈ വിഷയത്തിൽ ജയശങ്കർ സുരേന്ദ്രനെതിരെ വലിയൊരു നീക്കം നടത്തുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില തെളിവുകൾ സുരേന്ദ്രന്റെ കൈവശം തന്നെ ഉണ്ടെന്ന് സുരേന്ദ്രൻ പക്ഷവും പറയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇനി ഈ ഒരു പരാതി നൽകുന്നത് BL സന്തോഷിന് ഇത്തരം ഒരു പരാതി ജയശങ്കറിനെതിരെ നൽകുന്നത് ഇതൊരു സാങ്കേതിക പിഴവ് മാത്രം, അല്ലെങ്കിൽ ഈ ഗാനത്തിന്റെ വിഷയം മാത്രമല്ല, ബോധപൂർവം ഈ രണ്ട് വിഷയങ്ങൾ, ഒന്ന് പോസ്റ്ററിൽ ജാതി വിവേചനം കാണിച്ചത്, രണ്ടാമത് ഗാനത്തിന്റെ വിവാദം, രണ്ടും ബോധപൂർവം ഉണ്ടാക്കിയതാണ് ജയശങ്കർ എന്ന ആക്ഷേപം തന്നെയാണ് സുരേന്ദ്രൻ വിഭാഗം ഉന്നയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം ഒരു പരാതി സന്തോഷിന് കൈമാറിയതും. ഏതായാലും ജാവ്ദേക്കറിന്റെ ഈ ഒരു പരസ്യ പ്രതികരണത്തോടെ BJP-യിൽ ഈ വിഷയത്തിൽ ഭിന്നതയുണ്ടെന്ന് പൂർണ്ണമായും ഇപ്പോൾ തെളിയുകയാണ്. ഏതായാലും ഇനി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ എന്താണ് പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുമോ എന്നതടക്കം കാത്തിരിക്കാം.